അതിന്റെ അടിസ്ഥാനം കൊണ്ട് നോക്കിയാൽ CH മുസ്തഫ ഈ പേരോടിനെക്കാട് എത്ര ഉസാറാ. പിന്നെ ഹാലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായ ഹാലുകൾ ഉണ്ടാക്കി, പ്രത്യേകമായ രൂപഭാവങ്ങളുണ്ടാക്കി. അത് ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു ഉൾമതമാക്കി അതിനെ മാറ്റി. അങ്ങനെ നിരവധി തരീഖത്തുകളുണ്ടായി. ഖാദിരിയ തരീഖത്തുണ്ടായി, ചിശ്തിയ തരീഖത്തുണ്ടായി, നഖ്ശബന്ദിയ തരീഖത്തുണ്ടായി. ഇതൊന്നും തരീഖത്ത് ഉണ്ടാക്കിയത് അതാത് മശായിഖന്മാരൊന്നുമല്ല, മറിച്ച് അതാത് ഗുരുക്കന്മാരുടെ പേരിൽ പിൽക്കാലത്ത് അവരുടെ ചര്യകളെ അനുധാവനം ചെയ്യാനെന്ന പേരിൽ എങ്ങനെയാണോ ഫിഖ്ഹി മദ്ഹബുകളുണ്ടായത് അതുപോലെ അതിനകത്ത് തരീഖത്തുകളുണ്ടായി. ഈ തരീഖത്തുകൾ പിന്നീട് വലിയ അധികാര കേന്ദ്രങ്ങളായി തീർന്നു. ഒരു തരീഖത്തിനൊരു ഷെയ്ഖ്, ഒരാചാര്യൻ, ആ ആചാര്യൻ്റെ താഴെ പിന്നെ കുറേ ഉപാചാര്യന്മാർ, ആ ഉപാചാര്യന്മാർക്ക് ഓരോ ഫർക്കകൾ, ഓരോ അധികാര കേന്ദ്രങ്ങൾ, ആ അധികാര കേന്ദ്രങ്ങളിൽ അയാൾ ബൈഅത്ത് ചെയ്യുന്ന കുറേ ആളുകൾ, ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടാക്കി വെച്ചു. ആ ഹൈറാർക്കിയിൽ ഏറ്റവും തലപ്പത്ത്, പിരമിഡ് രൂപത്തിൽ ഏറ്റവും തലപ്പത്ത് അതിൻ്റെ മുഖ്യാചാര്യൻ, അതിൻ്റെ താഴെ കുറേ ആചാര്യന്മാർ, ഇങ്ങനെ പിരമിഡ് സ്വഭാവത്തിൽ ഉണ്ടായി. ഇങ്ങനെ താഴെ നിന്ന് എല്ലാവരും ഓരോരാളുമായി ബൈഅത്ത് ചെയ്ത് മുകളിലേക്ക് എത്തുന്ന ഒരു അധികാരത്തിൻ്റെ ശ്രേണി. അയാളോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അങ്ങനെ തരീഖത്തിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ, തരീഖത്തിൽ ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ശൈഖ് ഏറ്റെടുക്കുന്ന വിധത്തിൽ ഉള്ള ഒരു ആധ്യാത്മികമായ പൗരോഹിത്യം, ആധ്യാത്മികമായ പൗരോഹിത്യം അതിനുള്ളിൽ രൂപപ്പെട്ടു വന്നു. ഇങ്ങനെ തരീഖത്ത് ഒരു അധികാര കേന്ദ്രമായി തീർന്നു. ലോകത്ത് വലിയ വലിയ തരീഖത്തുകളുണ്ട്. സനൂസി പ്രസ്ഥാനത്തിൽ, അതുപോലെ തീജാനി, ദസൂക്കി എന്നൊക്കെ പറഞ്ഞ് ലോകത്ത് വലിയ വലിയ തോതിൽ സാമ്പത്തികമായ വലിയ സാമ്രാജ്യങ്ങൾ തന്നെയുള്ള വലിയ തരീഖത്ത് സംവിധാനങ്ങളുണ്ടായി ലോകത്ത്. നൂരിഷ മുതൽ ഇങ്ങ് തീജാനി വരെ കേരളത്തിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ശാഖകളുണ്ടായി. ഇങ്ങനെ തരീഖത്ത് മനുഷ്യനെ മതത്തിനകത്ത് വീണ്ടും ഒരു സർക്കിളുണ്ടാക്കി, ആ സർക്കിളിനകത്ത് ചങ്ങലയാൽ ബന്ധിച്ചിടുന്ന മറ്റൊരു പ്രസ്ഥാനവും സംഘടനയുമായി മാറി. എന്നിട്ട് ഇതാണ് സൂഫിസം എന്ന് പറയാൻ തുടങ്ങി. കുറേ ആടലും പാടലും, കുറേ ചൊല്ലലും വിളിക്കലും, കുറേ ബഹളവും ശരീരത്തിൻ്റെ ചലനങ്ങളും ഒക്കെയായിട്ട് തരീഖത്ത് സൂഫിസത്തെ തെറ്റായി, മോശമായി വ്യാഖ്യാനിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ആട്ടവും പാട്ടും. എന്താണ് സൂഫിസം? നിങ്ങൾ വെറുതെ നെറ്റിലടിച്ചു നോക്കുക. സൂഫിസം എന്ന് പറയുമ്പോഴേക്കും മുന്നോട്ടാടി ചെല്ലുന്നതും പിന്നോട്ടാടി ചെല്ലുന്നതും സൈഡിലേക്ക് ചെരിഞ്ഞു ചെല്ലുന്നതുമായ പല വിധത്തിലുള്ള ചൊല്ലലുകളും പറച്ചിലുകളുമാണ് സൂഫിസം എന്ന് പറയുമ്പോൾ വരുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശരീര ചലനങ്ങളുടെ പേരായി തരീഖത്തുകൾ മാറി. ഇത് സൂഫിസം എന്ന പേര് വന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സൂഫിസം എന്ന് പറഞ്ഞാൽ മറ്റെന്താണ്? സൂഫിസം എന്ന് പറഞ്ഞാൽ ഖബറുമായി ബന്ധപ്പെട്ട, ജാറങ്ങളുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെയോ ഏർപ്പാടുകളും ഇടപാടുകളുമായി മാറി. ഉത്തരേന്ത്യയിൽ പ്രധാനമായും സൂഫിസം എന്ന് പറഞ്ഞാൽ അത് ജാറങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. അത് പച്ച ധരിക്കലാണ്, പച്ച തലയെക്കെട്ട് കെട്ടലാണ്, വലിയ രീതിയിലുള്ള അംഗവസ്ത്രം ധരിക്കലാണ്, മേലങ്കി ധരിക്കലാണ്. ഇങ്ങനെ ജാറവുമായി ബന്ധപ്പെട്ട് സൂഫിസത്തിന് മറ്റൊരു വിലാസമുണ്ടായി. നീ സൂഫിയാണ് എന്ന് പറയുമ്പോഴേക്കും ഏത് ജാറത്തിൽ നിന്നാണെന്ന് ചോദിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ വന്നു. ഇങ്ങനെ സൂഫിസത്തെ ജാറവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു രീതി വന്നു. മറുഭാഗത്ത് സൂഫിസത്തെ തരീഖത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു രീതിയുണ്ടായി. ഇതോടുകൂടി സമൂഹം മുഴുവനും സൂഫിസത്തെ, തസവൂഫിനെ തെറ്റായി മനസ്സിലാക്കി തുടങ്ങി. ഇതിനിടയിൽ മറ്റൊരു സംഗതി കൂടി കയറി വന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ വെസ്റ്റേൺ തോട്ട്സ്, ഉദാരമായ അതിലിബറലായിട്ടുള്ള ജീവിത ചിന്തകളെ തസവൂഫിൻ്റെ പേരിൽ കയറ്റിവിടുന്ന